ചീരകൃഷിയിൽ വിജയം കൈവരിച്ച കർഷകനാണ് തഴവ സ്വദേശി രാജു. കഴിഞ്ഞ 25 വർഷമായി ഇദ്ദേഹം ചീരകൃഷി ചെയ്യുന്നുണ്ട്. വീടിന് ചുറ്റുമുള്ള 50 സെന്റ് വസ്തുവിലാണ് രാജുവിന്റെ ചീരകൃഷി. ചീരകൃഷിയിൽ വിജയം കൈവരിച്ച കർഷകനാണ് തഴവ തെക്കുമുറി നമ്പാരയ്യത്ത് രാജു. കഴിഞ്ഞ 25 വർഷമായി തന്റെ വീടിന് ചുറ്റുപാടുമുള്ള 50 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇദ്ദേഹം ചീര കൃഷി ചെയ്യുന്നു. കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇടവിള കൃഷിയായും ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. തെങ്ങുകളോട് ഇടകലർത്തിയാണ് ചീരകൃഷി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടുമുള്ള വെള്ളം തളിക്കൽ നാളികേര കൃഷിക്കും ഇടവിള കൃഷികൾക്കും സഹായകരമായി മാറുകയും ചെയ്യും. ജൈവവളമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. മൊത്തക്കച്ചവടക്കാർ വീട്ടിലെത്തി ചീര വാങ്ങിക്കൊണ്ട് പോവുകയാണ് പതിവെന്ന് രാജു പറയുന്നു. നമ്മൾ തന്നെ ഇവിടെ തന്നെ വിത്തുണ്ട എടുക്കുന്നതാണ്. നേരത്തെ തൊട്ട് നമ്മൾ നല്ലിനം ചീരയുടെ അരി നമ്മൾ നേരത്തെ കരുതി കൂട്ടി വെക്കും ഒരു കൊല്ലത്തേക്കുള്ള. എന്നിട്ട് നമ്മൾ വൃക്ഷം മുതൽ പരുവം കിട്ടുകയാണെങ്കിൽ വൃക്ഷം മുതൽ കൃഷി ചെയ്യും. ചാണാൻ കോഴിവളം കിട്ടുകയാണെങ്കിൽ അങ്ങനെ സ്വല്പം വളവ് വിടും. 50% അല്ല ഇത് പൊങ്ങി വരുത്തോളൂ. പിന്നെ നല്ല ആദായമാണ്. പിന്നെ നമ്മുടെ അധ്വാനം പോലെ ഇരിക്കും കൃഷി നൽപ്പ് വരിക എന്ന് പറയുന്നത്. അധ്വാനം മോശമാണെങ്കിൽ ചീര മോശമായി പോകും. അങ്ങനെയാണ് ഈ കൃഷിയുടെ മറ്റ് കേടൊന്നുമില്ല. നമ്മുടെ പുരയിടത്ത് ഇതുവരെ അങ്ങനെ ചീരയ്ക്ക് കേട് വന്ന് ഉള്ള എന്തോന്നില്ല. അംഗനവാടി ഹെൽപ്പറായ ഭാര്യ രത്നകുമാരിയും രാജുവിന്റെ സഹായത്തിനായുണ്ട്. വേനൽ കടുത്തത് ജലസേചനത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും മികച്ച വരുമാനം ചീരകൃഷിയിലൂടെ കണ്ടെത്തുകയാണ് ഈ കർഷകൻ. നമുക്ക് നേരത്തെ തന്നെ ചീര എടുക്കുന്ന ആളുകൾ വന്ന് നമുക്ക് നേരത്തെ നടമ്പഴേ നമുക്ക് പൈസ തരും. അങ്ങനെയാണ് ഇപ്പം നമ്മുടെ ചീര കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളിടത്തെ അപേക്ഷിച്ച് നമുക്ക് ഈ അയ്യത്ത് കേടോ മറ്റൊന്നുമില്ല. പിന്നെ 2000 രൂപ ഒരു വർഷത്തിൽ കൃഷിഭവനിൽ നിന്ന് കിട്ടും. അവർ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ റേഷൻ കാർഡും കരകൊടുക്ക് രസീതും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വന്നേക്കും. ന്യൂസ് ബ്യൂറോ, തഴവ.